Good morning. Good morning, ma'am. Good morning, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കറ്റിംഗ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? അല്ലേ, മാർക്കറ്റിംഗ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? അതെ അതെ. ഓക്കെ, എവിടെ വരെയാണ് എടുത്തത്? എവിടെ വരെ എടുത്ത് നിർത്തിയിരുന്നു? പ്രോഡക്റ്റ് സ്ട്രാറ്റജി എടുക്കണം. പ്ലേസ് സ്ട്രാറ്റജി വരെ അല്ലേ? ഓക്കെ ഓക്കെ, അവിടെ വരെ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? പ്ലേസ് സ്ട്രാറ്റജി വരെയും ക്ലിയർ ആണോ? അതെ മാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് 4 P's ഓഫ് മാർക്കറ്റിംഗ് പറഞ്ഞു. 4 മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി പറഞ്ഞു, പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയും പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മൾ അടുത്ത 2 സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രൊമോഷണൽ സ്ട്രാറ്റജി. എന്താണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലെ? ആരൊക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും? ചാപ്റ്റർ ഇതാണോ മാർക്കറ്റിംഗ്? ഓക്കെ, ശ്രദ്ധിക്കാം. പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോ ഏതാണ് വരിക? എന്തൊക്കെ കാര്യങ്ങളാ വരിക? ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? ആരൊക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്? പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന ആളുകളും അവിടുത്തെ കൺസ്യൂമേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് അല്ലെ? അപ്പൊ നോക്കിയേ, പ്രൊമോഷണൽ സ്ട്രാറ്റജി is a plan that is actionable to influence people about your business, create more leads and boost customer engagement. എന്താണ് ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? ഓരോ പോയിന്റ്സ് ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി? എന്താണ് ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജി? അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജിയുടെ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പ്രൊമോഷണൽ സ്ട്രാറ്റജി is a plan. ഇതൊരു പദ്ധതിയാണ് അല്ലെ? that is actionable. നടപ്പിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. എന്തിനു വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്? to influence people about your business. നമ്മുടെ ബിസിനസിനെ കുറിച്ച് ആളുകളെ അറിയിച്ചുകൊണ്ട് ആളുകളെ എന്ത് ചെയ്യണം? ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് സ്വാധീനിക്കണം. and create more leads. അങ്ങനെ ആളുകളെ സ്വാധീനിക്കുന്നതിലൂടെ ഒത്തിരി ലീഡ് അല്ലെങ്കിൽ ഒത്തിരി സെയിൽസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം അല്ലെ? and boost in customer engagement. ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ഉപഭോക്താക്കളുടെ ഇടപെടൽ വർദ്ധിപ്പിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സർവീസിനെ കുറിച്ച് അറിയിക്കുകയും ആളുകളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുകയും അതിലൂടെ ഇവര് കൂടുതലായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ആളുകളെ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്താന്നുള്ളത്? ഇൻഫ്ലുവൻസ് പീപ്പിൾ, ആളുകളെ സ്വാധീനിക്കുക, ആ ഒരു ബിസിനസ്സിലേക്ക് അല്ലെ? ആ ഒരു ബിസിനസിന്റെ കാര്യങ്ങള് ആളുകളിലേക്ക് അറിയിച്ച്, അല്ലെങ്കിൽ ഒരു സർവീസ് ആണ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു സർവീസാണ് കൊടുക്കുന്നത്, ആ ഒരു സർവീസിനെ കുറിച്ച് ആളുകളിലേക്ക് കൂടുതൽ പല രീതിയിൽ പല കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുകയും ആളുകള് അത് കണ്ട് എന്ത് ചെയ്യുന്നു? അതിലേക്ക് അട്രാക്റ്റഡ് ആയി അല്ലെങ്കിൽ അതിൽ സ്വാധീനിച്ച് എന്ത് ചെയ്യുന്നു? ആ ഒരു സ്ഥാപനത്തിലേക്ക്, ആ സർവീസിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ആ ബിസിനസ്സിലേക്ക് ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. അതിലൂടെ കൂടുതൽ സെയിൽസ് അല്ലെങ്കിൽ ലീഡുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി. ഏതൊന്ന് വായിച്ചു നോക്കിയ പ്രൊമോഷണൽ സ്ട്രാറ്റജി ക്ലിയർ ആണോ എന്ന്?
ഓക്കെ ആണോ? പ്രൊമോഷണൽ സ്ട്രാറ്റജി ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് വൺ ആണ് പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൈസിങ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് തന്നെ നമുക്കറിയാം അല്ലെ, വില നിർണ്ണയിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയില് ഡീൽസ് വിത്ത് മോഡ്സ് ഓഫ് സെറ്റിംഗ് പ്രൈസസ് which should be both justifiable and competitive and bring in profit. എന്താണ് ഇവിടെ ഒരു വില നിർണ്ണയിക്കുകയാണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് സെയിൽ ചെയ്യുന്നതിന് മുൻപ് എത്ര രൂപയ്ക്ക് അത് വിൽക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും അല്ലെ. അവിടെ വില നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. തന്നെയാണ് ഇവിടെയും പറയുന്നത് ഡീൽസ് വിത്ത് മോഡ്സ് ഓഫ് സെറ്റിംഗ് പ്രൈസസ്. വില സെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. വിച്ച് ഷുഡ് ബി, അപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിലയിടുമ്പോ അത് എങ്ങനെയായിരിക്കണം? വിച്ച് ഷുഡ് ബി ബോത്ത് ജസ്റ്റിഫയബിൾ, എന്താണ് ന്യായമായ ഒരു വിലയായിരിക്കണം അല്ലെ. ആൻഡ് കോമ്പറ്റേറ്റീവ്, ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള, എന്ന് വെച്ചാൽ എന്താ, മാർക്കറ്റില് ഇതുപോലെ ഒത്തിരി പ്രൊഡക്റ്റുകൾ ലഭ്യമായിരിക്കും അല്ലെ. അപ്പൊ ആ പ്രൊഡക്റ്റുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ വിലയും ഒക്കെ ആയിട്ട് ഒന്ന് മാച്ച് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒത്തിരി ആ ഒരു നമ്മുടെ ആ മാർക്കറ്റിലുള്ള മറ്റു പ്രൊഡക്റ്റുകളിലും ഒത്തിരി കൂടുതൽ വിലയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങും? വാങ്ങോ? നമ്മുടെ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിനേക്കാൾ ഇതുപോലെ ഒത്തിരി പ്രൊഡക്റ്റ്, ഇപ്പൊ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ കാര്യം നിങ്ങൾ എടുത്തോ, ഏതെങ്കിലും ഒരു ക്രീം, നമ്മളൊരു ഫേസ് ക്രീം അല്ലെങ്കിൽ ഒരു സോപ്പിന്റെ കാര്യം നിങ്ങൾ എടുത്തോ. ഒരു സോപ്പ് വാങ്ങാൻ നമ്മൾ പോയി, നമുക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ മാർക്കറ്റില് അതിനും വില കുറവില് നല്ല ബ്രാൻഡുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഈ വില കൂടിയ സോപ്പ് വാങ്ങാനായിട്ട് ആളുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, കുറവായിരിക്കും? എങ്ങനെയാണ്? വില കൂടിയത് കൊണ്ട് ഒത്തിരി പേരത് വാങ്ങാണ്ടിരിക്കും അല്ലെ, കുറവായിരിക്കും. ശരിയാ, ഒത്തിരി പേരത് വാങ്ങാതിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് അതേപോലെയുള്ള മറ്റു പ്രൊഡക്റ്റുകളും നമ്മുടെ മാർക്കറ്റിലുണ്ട് അല്ലെ. അപ്പൊ ആ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളുടെ വിലയ്ക്ക് അടിസ്ഥാനമായി അതിനെയൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് അതിനോട് അനുയോജ്യമായ രീതിയിൽ അല്ലെ, അതാണ് ഒരു മത്സരാധിഷ്ഠിതമായ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനോട് അനുയോജിതമായിട്ടുള്ള രീതിയിൽ വളരെ ന്യായമായിട്ടുള്ള ഒരു വിലയായിരിക്കണം. ആൻഡ് ബ്രിങ് ഇൻ പ്രോഫിറ്റ്. ഇനി ഈ ഒരു വില ന്യായമായതാവണം, മത്സരാധിഷ്ഠിതവുമാവണം. എന്നാലോ അത് ആ ഒരു വിലയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം കിട്ടുന്നതുമായിരിക്കണം അല്ലെ. ഇപ്പൊ ഒരു വില, നമ്മളൊരു പ്രൊഡക്റ്റിന് ഒരു വില ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത് വേണം ആ വില നിർണ്ണയിക്കാനായിട്ട്. ഒരിക്കലും ആ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ അത് നിർമ്മിച്ച ആ ഒരു കമ്പനിക്ക് നഷ്ടം വരാത്ത രീതിയിൽ അവർക്ക് ലാഭം കിട്ടുകയും വേണം. എന്നാൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല? ഒരുപാട് വിലയാണെന്ന് തോന്നാൻ പാടില്ല അല്ലെ. എന്നാൽ മാർക്കറ്റില് മറ്റ് പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഒത്തിരി കൂടുതലാണ് അല്ലെങ്കിൽ ഒത്തിരി വിലയുള്ള സാധനമാണ് എന്ന് കസ്റ്റമേഴ്സിന് തോന്നാത്ത രീതിയിൽ അല്ലെ, ന്യായമായിട്ടുള്ള മത്സരാധിഷ്ഠിത, അതെ, വില കൂടുന്നതിനനുസരിച്ച് അതെ ഡിമാൻഡ് കുറയും. ശരിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള രീതിയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്നാൽ ഈ വിലയിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുകയും വേണം അല്ലെ. ആ രീതിയിലുള്ളൊരു വില നിർണ്ണയമായിരിക്കണം അല്ലെങ്കിൽ വിലയായിരിക്കണം ഓരോ പ്രൊഡക്റ്റിനും സെറ്റ് ചെയ്യുന്നത്. അതാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ പ്രൈസിങ് സ്ട്രാറ്റജി. ആ 4 സ്ട്രാറ്റജീസും വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? 4 സ്ട്രാറ്റജീസും ഓക്കെ ആണോ? ഓക്കെ.
അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ, നോട്ട് ചെയ്ത് പഠിക്കണേ. നെക്സ്റ്റ് നമ്മള് പഠിക്കാൻ പോകുന്നത് അടുത്തൊരു ഭാഗമാണ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഓർ റീഡിസൈനിങ് ആൻ ഓൾഡ് വൺ. അതായത് ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇനി എന്തൊക്കെ സ്റ്റെപ്പുകളാണ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് പഠിക്കുന്നുണ്ട്. എന്നാൽ പോലും ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചിട്ട് വേണമല്ലോ അതിലേക്ക് പോകാനായിട്ട്. ഒരു പുതിയ പ്രൊഡക്റ്റ്, അത് എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ കേട്ടോ, എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, ആ ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്. അല്ലെങ്കിൽ റീഡിസൈനിങ് ആൻ ഓൾഡ് വൺ, എന്താ, ഒരു ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുനർരൂപകൽപ്പന ചെയ്ത് പിന്നീട് വിപണിയിലേക്ക് ഇറക്കുന്നു. നമ്മൾ കോക്കിന്റെ ഒക്കെ പറഞ്ഞില്ലേ, കൊക്കോളയുടെ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നില്ലേ. അതായത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു അല്ലെ, അത് അവരെന്ത് ചെയ്തു, കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരത് രൂപമാറ്റം വരുത്തി പുതിയതായിട്ട് വിപണിയിലേക്ക് എത്തിച്ചു അല്ലെ. അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പ്രധാന ഘട്ടങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റെപ്പ് 1 ഒരു 6 സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പ്രൊഡക്റ്റ്, നിങ്ങൾ അങ്ങനെ വിചാരിക്കണം കേട്ടോ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്, നമ്മളൊരു എന്റർപ്രണർ ആവാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആലോചിക്കുക, ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോയില്ല കേട്ടോ, എന്നാലേ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളേ. ഫസ്റ്റ് സ്റ്റെപ്പ് 1 ആണ് ജനറേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. എന്താ, ഒരു പുതിയ പ്രൊഡക്റ്റ്, നമ്മളൊരു ബിസിനസ് ഉണ്ടാക്കാൻ പോവാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പൊ ഏത് പുതിയ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അതിനെ കുറിച്ചുള്ള ഒരു ആശയം ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉടലെടുക്കുക അല്ലെ. ഒരു ആശയം ആദ്യം ഉണ്ടാവണ്ടേ, വേണ്ടേ, ഒരു ഐഡിയ വേണ്ടേ, ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള, ഏത് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊരാശയമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് അല്ലെ. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ജനറേഷൻ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ആ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആശയം ജനറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വികസിപ്പിക്കുന്നു. ഓക്കെ, ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഈ ആശയങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരിക്കും, നമ്മൾ ഒത്തിരി പേര്, ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പായിട്ട്, ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില ആശയങ്ങള് നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. കിട്ടാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ടോ ഇവിടെ? ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടോ? എന്തെങ്കിലും ബിസിനസ് ഒക്കെ പാർട്ട് ടൈം ആയിട്ടോ അല്ലാതെയോ എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുണ്ടോ? ആരുമില്ല. ഓക്കെ, ഹാരോണൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ. ആദ്യം നമ്മൾ ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എന്ത് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ, അതല്ലേ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് അല്ലെ. ഏത് ബിസിനസ് ആയിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ. അതിന്റെ ഒരു ആശയം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ആ ആശയം ചിലപ്പോ ജനിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിലായിരിക്കാം, അവരുടെ ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരു വ്യക്തിയുടെ മനസ്സിലായിരിക്കാം അല്ലെ. ഇപ്പൊ ഞാനാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, ചിലപ്പോ എനിക്ക് തോന്നിയ ഒരു ആശയമാവാം അല്ലെ. അല്ലെങ്കിലോ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടാവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് ചർച്ചകളിലൂടെ ആവാം. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഒരു ആശയമാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നുണ്ടായ, സ്വയമേ ആ വ്യക്തിക്കുണ്ടായ ഒരു ആശയവും ആവാം. മനസ്സിലായോ? സ്റ്റെപ്പ് 1 ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്നാ മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ മിസ്. ക്ലിയർ ആണോ ഫസ്റ്റ് സ്റ്റെപ്പ്? ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ആണ് സ്റ്റെപ്പ് 2 സ്ക്രീനിങ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ, ഈ ഒരു ആശയം നമ്മൾ മനസ്സിലുണ്ടാക്കിയിട്ട് കാര്യമില്ല അല്ലെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷ്മ പരിശോധനകൾ നടത്തണം, വേണ്ടേ? അതാണ് സ്ക്രീനിങ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അതെ, സ്ക്രൂട്ടിനൈസ് ചെയ്യാന്നുള്ളത് അത് തന്നെയാണ് കേട്ടോ. നോക്കിയേ, ഐഡിയാസ് ദാറ്റ് മീറ്റ് ആൻഡ് ബീറ്റ് കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ ഇഫ് നോട്ട് റിമൂവ്ഡ് എന്നുള്ളതൊന്ന് വെട്ടിക്കളഞ്ഞേക്കട്ടെ, അത് ഇവിടെ വേണ്ടാത്തൊരു പോയിന്റ് ആണ്. നോക്കിയേ,
ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ്. അപ്പൊ ഒരു കമ്പനിയാണ്, ജസ്റ്റ് ഇവിടെ ഒരു കമ്പനി ബേസ് ചെയ്തല്ലേ പറയുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഒരു കമ്പനിയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ, നമ്മൾ ഐഡിയ ആണോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നോക്കണം അല്ലെ. ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ്, നല്ല സെയിൽസ് വാഗ്ദാനം ചെയ്യുന്ന ഒരു ആശയമാണോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആൻഡ് ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു ആശയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. ആണോ? നിങ്ങളൊരു എന്റർപ്രണർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സെയിലായി പോകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആവുമോ അല്ലെ, നല്ല വാഗ്ദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുമോ? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു ആശയമാണോ ഇത് എന്നൊക്കെ നിങ്ങൾ ആദ്യം ചിന്തിച്ചിരുന്നോ? ഓക്കെ ആണ് അല്ലെ, ചിന്തിച്ചിരുന്നു അല്ലെ. അത് ഏതൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട് പറയുന്നത് എന്താ? ഡിസിഷൻ മേഡ് ഈസ് ഇമ്പോർട്ടന്റ്. ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ആശയമായി നമ്മൾ മുന്നോട്ട് പോകണോ അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു ആശയം നമുക്ക് അത്ര രീതിയിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് തോന്നിയാൽ അവിടെ വെച്ച് നമ്മൾ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വേണ്ടേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതാണ് യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്. കുറച്ച് ഘടകങ്ങൾ വെച്ച് നമ്മൾ അത് ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കി ഇതൊന്ന് ചെക്ക് ചെയ്യാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ലിസ്റ്റുകൾ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നോക്കി. ഫീച്ചർ ഓഫ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന സർവീസ് ആവാം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം. അതിന്റെ സവിശേഷതകള്, അതിന്റെ ഗുണനിലവാരം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് നമുക്ക് നല്ല ക്വാളിറ്റിയില് അല്ലെങ്കിൽ നല്ല ഫീച്ചേഴ്സോട് കൂടി നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, സാധിക്കുമോ എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. നോക്കി, രണ്ടാമത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഓഫ് പേഴ്സണൽ. എന്താണ്? ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ഒത്തിരി സാധനങ്ങള് അവൈലബിൾ ആയിരിക്കണം അല്ലെ. ഇപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്? ആരാണ് ബിസിനസ് ചെയ്യുന്നത്? ഹാരോൺ ചെയ്യുന്നുണ്ട്. വേറെ ആരാണ് ചെയ്യുന്നത് പറഞ്ഞേ? എന്ത് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? സ്വന്തമായിട്ട് എന്ത് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മാർക്കറ്റ്. ഓക്കെ, മൾട്ടി ലെവൽ മാർക്കറ്റ് ആണ് അല്ലെ, ഓൺലൈൻ ആയിട്ട്. ഓക്കെ, അല്ലാതെ സ്വന്തമായിട്ട് നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഒത്തിരി പേര് അവരിടയ്ക്ക് കേക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ. ജസ്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് മിസ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ഒരാള്. അങ്ങനെ ഒരു കേക്ക് കേക്കുമായി ബന്ധപ്പെട്ട ബേക്ക് ചെയ്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു പ്രൊഡക്റ്റ് അവർ നോക്കാണ്, നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇല്ലേ. നല്ല ഫീച്ചേഴ്സോട് കൂടി, അതായത് ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമുക്കത് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി ബേസിക് ആയിട്ട് ഒത്തിരി സാധനങ്ങൾ ആവശ്യമില്ലേ? ആണോ? ഒത്തിരി സാധനങ്ങൾ അത് നിർമ്മിക്കാനായിട്ട് ആവശ്യമില്ലേ? ഉണ്ടോ? നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ കേക്കൊക്കെ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ? കാരണം എന്താ, നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തില് ഏറ്റവും അവൈലബിൾ ആയിട്ട് ഏറ്റവും ലഭ്യമായിട്ട് സാധനങ്ങൾ റോ മെറ്റീരിയൽസ് കിട്ടണം അല്ലെ. എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റിയിലൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത സമയം നമുക്ക് അധികം സാധനങ്ങളൊന്നും നമുക്ക് മാർക്കറ്റുകളിൽ അത്ര അവൈലബിൾ അല്ല എങ്കിൽ അതിന് പ്രൈസും കൂടും. നമുക്ക് പുറത്തുനിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒത്തിരി പ്രൈസും കൂടും. അതുപോലെ തന്നെ അതിനനുസരിച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല അല്ലെ. അതുകൊണ്ട് ഈ പറയുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കള് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിക്കുന്നില്ല അല്ലെ. ചിലപ്പോൾ ആരുടെയെങ്കിലും ഒക്കെ സഹായങ്ങൾ വേണ്ടി വരും
ഇല്ലേ? മറ്റ് ജീവനക്കാരെയും കൂടി നിർത്തിയിട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റാഫുകളൊക്കെ ചിലപ്പോൾ നിർത്തേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പേഴ്സണൽസ് അല്ലെങ്കിൽ ജീവനക്കാര് ലഭ്യമാണോ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട്, ഈ ഒരു ബിസിനസ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആ ജീവനക്കാര് അല്ലെങ്കിൽ പേഴ്സണൽസ് സ്റ്റാഫുകൾ നമുക്ക് ലഭ്യമാണോ എന്ന് ചെക്ക് ചെയ്യണം. ആ കമ്പനീസ് കേപ്പബിലിറ്റി, ആ കമ്പനിയുടെ കഴിവ്, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അല്ലെ. കമ്പനിയുടെ കഴിവ് എത്രത്തോളം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻപേ നമ്മൾ ആ ഒരു ആശയം എടുക്കുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫെസിലിറ്റീസ് റിക്വയർഡ്. എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമായിട്ടുള്ളത് നോക്കിയേ. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വിതരണം ചെയ്യാനും സെയിൽ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യാനും ഒക്കെ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങള് ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടോ? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ നമ്മുടെ ആശയം, നമ്മളിപ്പോ ഒരു ആശയം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അല്ലെ, ഒരു കോൺസെപ്റ്റ്, ഇന്നൊരു പ്രൊഡക്റ്റ് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റ്, ചിലപ്പോ 1-2 കോൺസെപ്റ്റുകൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അല്ലെ. അതിൽ നിന്നും നമ്മുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും യോജിച്ച് വരുന്ന രീതിയിലുള്ള ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഏതാണോ അതാണ് പിന്നീട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് കാര്യമില്ല. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്ത് ഇതെല്ലാം നമുക്ക് ഓക്കെ ആണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ബോധ്യമായാൽ ആ ആശയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ക്ലിയർ ആണോ? 2 സ്റ്റെപ്പ് ഒന്ന് വേഗം വായിച്ചു നോക്കി. ഓക്കെ ആണോ? 2 സ്റ്റെപ്പും ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണ് അല്ലെ, നമ്മുടെ ജനറേറ്റ് ചെയ്ത് വെച്ചു, നമ്മൾ ആ കുറെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് പരിഗണിച്ച് നമ്മൾ ചെക്ക് ചെയ്തപ്പോ നമുക്ക് അപ്പോഴും നമുക്ക് ഓക്കെ ആണ്, ആ പ്രൊഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു വിശ്വാസം വന്നു കഴിഞ്ഞാല് അടുത്തത് ബിസിനസ് അനാലിസിസ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ബിസിനസ് വിലയിരുത്തുന്നു, ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നു. അതായത് ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാല് അവിടെ മൊത്തത്തിലുള്ള സമഗ്രമായ വിപണി സാധ്യത വിലയിരുത്തുന്നു. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് വിപണിയിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം വിപണി സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. നമ്മുടെ ആവശ്യകതകൾ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു, പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ വിപണിയില് ഈ സാധനം ഇതുപോലുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ, സെയിം ആയിട്ടുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇതിന് വലിയ സെയിൽസ് ഉണ്ടാവോ? ഉണ്ടാവും. എന്തെങ്കിലും വ്യത്യസ്തത വേണം അല്ലെ, എന്നാലല്ലേ കുറച്ചുകൂടി സെയിൽസ് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അല്ലെ. എന്തിനും ഒരു പ്രത്യേകത ഉള്ളതിനാണ് സെയിൽസ് ഉണ്ടാവുള്ളൂ. നോർമൽ ആയിട്ടുള്ള മറ്റുള്ളവയെ പോലെ തന്നെയാണെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടില്ല. അപ്പൊ വിപണി സാധ്യത, അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വിപണി സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നു. രണ്ടാമതായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ
പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ ഒരു കഴിവ് വേണം അല്ലെ? ആ ഒരു സ്ഥാപനത്തിന് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ഇറക്കേണ്ടതായിട്ട് വരും. ആ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നാണ് അത് മുതൽ മുടക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അതിനു വേണ്ടി, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതിന്റെ പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടി, അത് വിതരണം ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സാമ്പത്തികമായ വിഭവങ്ങൾ ഈ ഒരു സ്ഥാപനത്തിന് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. വേണ്ടേ? ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. ഇനി എന്താണ്? ആ ഒരു പ്രൊഡക്റ്റിന്റെ വളർച്ചാ നിരക്ക്, നമ്മുടെ മാർക്കറ്റില് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വളർച്ചാ നിരക്ക് എത്രത്തോളം ഉണ്ട്? മുൻപുണ്ടായിരുന്ന പോലെ തന്നെ നല്ല സെയിൽസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ? അതുപോലെ പ്രൊഡക്ട്സിന്റെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, ആ ഒരു പ്രൊഡക്റ്റിന്റെ മത്സരാധിഷ്ഠിതമായ മത്സര ശക്തി എത്രത്തോളം ഉണ്ട്? ഇതൊരു മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത്, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അതിന്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ എതിരാളികളായിട്ടുള്ള മറ്റൊത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അല്ലെ? അതുമായിട്ട് മത്സരിക്കുമ്പോൾ ഇത് മുന്നിൽ നിൽക്കുമോ എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ബിസിനസ് അനാലിസിസിൽ വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താ ഒരു ഐഡിയ ഉണ്ടാക്കി, ആ ഐഡിയയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് ചെയ്തു. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ആശയം തീരുമാനിക്കുന്നു, നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്ന് തീരുമാനിച്ച് അതിനെ കുറിച്ച് ഒരു അനാലിസിസ് അല്ലെങ്കിൽ വിശകലനമാണ് നമ്മളിവിടെ നടക്കുന്നത്. അതായത് അവിടെ ഈ ഒരു പ്രൊഡക്റ്റിന് വിപണിയില് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന മൊത്തത്തില് സമഗ്രമായി നമ്മൾ വിലയിരുത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും പ്രൊമോട്ട് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആ ഒരു കമ്പനിക്ക് സാമ്പത്തികപരമായ വിഭവങ്ങൾ ആ ഒരു കമ്പനിക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വളർച്ചാ നിരക്ക് എത്രത്തോളമാണ്? മാർക്കറ്റില് ഇതിന് നല്ലൊരു മത്സര ശക്തി ഉണ്ടോ? മറ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് ഇതിന് വേറിട്ട് നിൽക്കാൻ സാധിക്കുമോ? മുന്നേറാൻ, നല്ല സെയിൽസ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അനാലിസിസ് ചെയ്യുന്നവരിൽ എന്താണ്? വിശകലനം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? സ്റ്റെപ്പ് 3 ബിസിനസ് അനാലിസിസ് എന്താന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ഫോർത്ത് സ്റ്റെപ്പ് ആണ്. ഇത്രയും കഴിഞ്ഞപ്പോ നമുക്ക് ഏകദേശം മനസ്സിലായി അല്ലെ? ആ ഒരു പ്രൊഡക്റ്റ് ഓക്കെ ആണ്, നമുക്ക് നല്ല സെയിൽസും കാര്യങ്ങളും കിട്ടും, നമ്മൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ നല്ല സെയിൽസും പ്രോഫിറ്റും ഒക്കെ നമുക്ക് ഉണ്ടാകും എന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഒക്കെ മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നവരിൽ വികസിപ്പിക്കുന്നു. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടാ. നോക്കിയേ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻ, വാണ്ട്സ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എക്സെട്ര. ഇനി ആദ്യം ഇവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻസ്. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളുടെ പ്രതികരണം എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായി വരുന്നത് അല്ലെ? എങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആവശ്യമായി വരുന്നത്, എങ്ങനെ പാക്കേജിങ് ചെയ്താലാണ് അവർക്ക് ഇഷ്ടമാവുന്നത്, എങ്ങനെ ബ്രാൻഡിങ് ചെയ്താലാണ് അവർ അതിൽ അട്രാക്റ്റഡ് ആവുന്നത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള പ്രതികരണങ്ങള് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചസ് ഐഡിയാസ് ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. ഈ ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങളെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മളിവിടെ വികസിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു അല്ലെ? സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയും. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് എന്തൊക്കെയാണ് അവരുടെ ഉപഭോക്താക്കൾക്ക് ആവശ്യമായി വരുന്നത്, അവർക്ക് ഈ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ്, അവരുടെ ആവശ്യകതകൾ എങ്ങനെയാണ്, എങ്ങനെ പ്രൈസിങ് അല്ലെങ്കിൽ എങ്ങനെ പാക്കേജ് ചെയ്താൽ അവർ വാങ്ങും, എങ്ങനെ ബ്രാൻഡിങ് ചെയ്താൽ അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റും മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണങ്ങള് ഈ ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. ഈ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കളക്ട് ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ഈ ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങളെല്ലാം ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ക്ലിയർ ആണോ? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന്റെ സ്റ്റെപ്പ് ഓക്കെ ആണോ? മനസ്സിലായോ എന്താന്നുള്ളത്?
ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമ്മളെ കിട്ടിയല്ലേ? അതെ, ഇനി ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടിയല്ലേ? ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ആണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. എന്താണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ റിയാക്ഷൻസ് ടു ദ ന്യൂ പ്രൊഡക്റ്റ്. എന്താ ഒരു പുതിയ പ്രൊഡക്റ്റിനോടുള്ള കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ റിയാക്ഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയാണ്? നിങ്ങൾ ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ മിസ് പറയാം. നമ്മളൊരു അതെ റിവ്യൂ ചെയ്യാണ്, ശരിയാണ് കേട്ടോ, റിവ്യൂ ചെയ്യാണ്. അതായത് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഡെയിലി നിങ്ങൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നവരാണോ? ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ? അതാണ് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. അവരെന്ത് ചെയ്യാറുണ്ട്? സാമ്പിൾ പാക്ക് ഇറക്കാറുണ്ട്. ഉണ്ടോ? ഷാമ്പുവിനൊക്കെ സാമ്പിൾ പാക്കുകൾ ഇറക്കാറുണ്ട്. യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ വാങ്ങിയത് യൂസ് ചെയ്യാറുണ്ടോ? ഓക്കെ, യൂസ് ചെയ്യാറുണ്ട് അല്ലെ? നമുക്ക് ഒരു പ്രാവശ്യം ഇപ്പൊ ഇവര് എന്ത് ചെയ്യുന്നു? അവരവർ ടെസ്റ്റ് ചെയ്യാണ്. അതായത് ഈ കൺസ്യൂമേഴ്സ് ഇപ്പൊ ഒരു സാമ്പിൾ പാക്ക് വാങ്ങി, നമുക്കത് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെയും സാമ്പിൾ പാക്ക് വാങ്ങും. അത് വലിയ ബോട്ടിൽ വാങ്ങും അടുത്ത പ്രാവശ്യം, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം നമ്മൾ സാമ്പിൾ വാങ്ങി യൂസ് ചെയ്തപ്പോ നമുക്ക് ഓക്കെയാണ്, നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി. നമ്മൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? വലുത് വാങ്ങും അല്ലെ? അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ ചെറിയ രീതിയിലായിരിക്കും, ഇപ്പൊ സാമ്പിളുകൾ പോലെയോ അങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലുകളിലോ ഒക്കെ ഇവരെന്ത് ചെയ്യുന്നു? ആ ഒരു പ്രൊഡക്റ്റ് വിപണിയിലേക്ക് എത്തിച്ചിട്ട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് എന്ന് നോക്കും. അപ്പൊ ആ ഒരു പ്രതികരണത്തിൽ ഒത്തിരി ആളുകൾ പിന്നെയും പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സാമ്പിൾ ഒക്കെ വാങ്ങാനായിട്ട് പിന്നെയും പിന്നെയും വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ സെയിൽ ആയി പോയാൽ അവർക്ക് ഉറപ്പിക്കാം ഈ പ്രൊഡക്റ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ എന്ന് ഉറപ്പിക്കാൻ പറ്റുമല്ലോ. അതിനുശേഷം അവർ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് കൊമേഴ്ഷ്യലൈസേഷൻ അല്ലെങ്കിൽ വാണിജ്യവൽക്കരണം എന്ന് വെച്ചാൽ എന്താ? ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്, വൻതോതിലുള്ള വിൽപ്പന നടത്തും അല്ലെങ്കിൽ വിൽക്കൽ നടത്തുന്നു. അതിനുശേഷം അവർ എന്താ ചെയ്ത് ഇങ്ങനെയുള്ള സാമ്പിളുകളൊക്കെ ആദ്യം ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി, ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അത് നല്ല രീതിയിൽ ഈ പറയുന്ന സാമ്പിളുകളൊക്കെ വിറ്റഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ധൈര്യമായി അല്ലെ, കോൺഫിഡൻസ് ആയി, ആളുകൾക്ക് ഓക്കെ ആണ്, ഈ ഒരു പ്രൊഡക്റ്റ് അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരിത് എന്ത് ചെയ്യുന്നു? വൻതോതില് വിപണിയിലേക്ക് വിൽക്കൽ നടത്തുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇതിന്റെ വലിയ വലിയ ബോട്ടിലുകൾ അവിടെ ഇരിപ്പുണ്ടാവും അല്ലെ? അതാണ് പ്രധാനമായിട്ടും കൊമേഴ്ഷ്യലൈസേഷനിൽ വരുന്നത്. അപ്പൊ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കും, അത് കഴിഞ്ഞത് ഓക്കെ ആണെങ്കിൽ അവർ വൻതോതില് വിൽപ്പന നടത്തുകയും ചെയ്യും. ക്ലിയർ ആണോ? ആ ഒരു 6 സ്റ്റെപ്പ് വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? ആ ഒരു 6 സ്റ്റെപ്പ് ക്ലിയർ ആണോ? മനസ്സിലായോ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട 6 സ്റ്റെപ്പുകൾ എന്ന് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, അപ്പൊ മിസ് അടുത്ത ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് നോക്കിയേ, steps involved in marketing a new hospital, the hospital marketing. എന്താണ്? ഇനി നമ്മൾ അടുത്തതായിട്ട് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പ്രധാനമായിട്ടും കടക്കാണ്. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് അല്ലെ? ഇനി പ്രധാനമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉൾപ്പെടുന്നത്? ഇതൊക്കെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്. സർവീസുകൾ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന പ്രധാന സ്റ്റെപ്പുകളാണ് ഈ താഴെ പറയാൻ പോകുന്നത്. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുന്ന ഭാഗമാണ് കേട്ടോ.
ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അവിടെ ഒരു സർവീസ് ആണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ സർവീസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകളിലൂടെ ആളുകളിലേക്ക് ഈ ഒരു സർവീസ് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ആളുകളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഒരു ഹോസ്പിറ്റലിൽ ഒരു സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് അവിടെ ഒരു മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. നമുക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് പോലെ നമുക്കൊരു സർവീസ് അങ്ങനെ വിൽക്കാൻ പറ്റുമോ? നേരിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഒരിക്കലും നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നേരിട്ട് ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവര് ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ചൂസ് ചെയ്യുന്നത്. ഏതൊരു ബിസിനസ് സ്ഥാപനത്തെയും പോലെ തന്നെ ഇവിടെയും മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. എന്നാൽ അത് നേരിട്ടല്ല, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് കാര്യങ്ങളൊക്കെ അവരൊക്കെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പല പല മെത്തേഡുകളിലൂടെ പല പല രീതിയിലൂടെ ആയിരിക്കും ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ അത്രയൊന്ന് ജനറൽ ആയിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയെ. നോക്കി, the hospital marketing function has been broadly adopted as a way to learn about markets, attract sufficient resources, evolve appropriate services, and communicate the availability of such goods to those who may be able to buy such services. ഇനി എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ has been broadly adopted, വിശാലമായി അഡോപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ വിശാലമായി തിരഞ്ഞെടുത്ത ഒരു മെത്തേഡാണ്, ഈ പ്രവർത്തനങ്ങളാണ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ്? as a way to learn about markets, വിപണികളെ കുറിച്ച് പഠിക്കാനും, and attract sufficient resources, മതിയായ വിഭവങ്ങള് ഇവിടേക്ക് അട്രാക്ട് ചെയ്യും. റിസോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ പേഷ്യൻസ് അല്ലെ, നമ്മുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ ഈ പറയുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സർവീസുകളൊക്കെ കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ ഏർപ്പെട്ട് അവരെ ഈ ഒരു സർവീസ് വാങ്ങാനായിട്ട് ആകർഷിച്ച് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്ത് ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക അല്ലെ. ആൻഡ് ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്, അതിനനുസരിച്ച് അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെയും ആവശ്യകതകൾക്കനുസരിച്ചുള്ള ഉചിതമായിട്ടുള്ള സർവീസുകള് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ടു ദോസ് ഹു മേ ബി ഏബിൾ ടു ബൈ സച്ച് സർവീസസ്. ഇങ്ങനെയുള്ള സർവീസുകള് വാങ്ങാൻ കഴിവുള്ളവരിലോട്ട് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകള് ഇവിടെ അവൈലബിൾ ആണ്, അതിന്റെ ലഭ്യത ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? ആശയവിനിമയത്തിലൂടെ അവരെ അറിയിക്കുകയും വേണം. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിലെ പ്രധാനമായിട്ടും വരുന്ന ഫംഗ്ഷൻസ് പറഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിപണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത് എന്താ? സഫിഷ്യന്റ് റിസോഴ്സുകള്, മതിയായ വിഭവങ്ങള്. ഇത് പ്രധാനമായിട്ടും ഇവിടെ പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവര് ഈ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആകർഷിക്കണം. ആൻഡ് ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്, അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള സർവീസുകള് വികസിപ്പിക്കണം. അതുപോലെ ഈ പറയുന്ന സർവീസുകളും കാര്യങ്ങളും ഈ ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം അത് വാങ്ങാൻ കഴിവുള്ളവരോട് കമ്മ്യൂണിക്കേഷനിലൂടെ അറിയിക്കുകയും വേണം. ഇതാണ് ശരിക്കും ഒരു ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ നിന്നും നമ്മൾ ചോദിക്കാറില്ല. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് രണ്ട് സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ രണ്ട് മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തതാണ് മാർക്കറ്റ് പ്ലാനിങ്, രണ്ടാമത്തതാണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ.
രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. മാർക്കറ്റ് പ്ലാനിങ് ഒരു മെത്തേഡ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് രണ്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ പോലും മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ജനറൽ ആയിട്ട് പറയുന്നതാണ്. മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സർവീസ് ഉണ്ടാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ മാർക്കറ്റ്, അതായത് ഒരു സർവീസ് നമ്മൾ ആ ഒരു സർവീസിനെ കുറിച്ചുള്ള ആശയം എടുക്കണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണം, ആ സർവീസ് ആ ഒരു സ്ഥാപനത്തിൽ നടപ്പിലാക്കണം അല്ലെ. ആ നടപ്പിലാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും മാർക്കറ്റ് പ്ലാനിങ്ങിലാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുള്ളിലുള്ള സ്റ്റേജുകളിലാണ് വരുന്നത്. ഇനി ആ ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ സർവീസ് ആ ഹോസ്പിറ്റലിൽ ലഭ്യമാണെന്നുള്ളത് ആളുകളെ അറിയിക്കണ്ടേ? വേണ്ടേ? വെറുതെ ലഭ്യമാക്കിയിട്ട് കാര്യമുണ്ടോ? ആളുകൾ അറിയണം, എന്നാലല്ലേ ആളുകൾ അതിലേക്ക് വരുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കേട്ടോ? ക്ലിയർ ആയോ? രണ്ടെണ്ണം തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്താന്നുള്ളത് ജസ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ഓരോന്നും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് പ്ലാനിങ് എന്താന്ന് നോക്കാം. അപ്പൊ മാർക്കറ്റ് പ്ലാനിങ്ങില് കുറച്ച് എലമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സ്റ്റെപ്പ് ആണ്, ശരിക്കും സ്റ്റെപ്സ് തന്നെയാണ് കേട്ടോ. ദ എലമെന്റ്സ് ഓർ സ്റ്റെപ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. ഈ മാർക്കറ്റിംഗ് പ്ലാനിൽ ഉൾപ്പെടുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പുകളാണ്, ഘട്ടങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അത് ഓരോരോ ഹെഡിങ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് അതിന് കീഴില് ഒരു ഹെഡിങ് ആണ് അവിടെ തന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒച്ചടിക്കാൻ എഴുതിയിരിക്കുന്ന പോലെ തോന്നുന്നത് അല്ലെ. ജസ്റ്റ് നിങ്ങളൊന്നൊരു നമ്പർ ഇട്ട് വെക്കാമോ? ഫസ്റ്റ് വൺ ആണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. അത് ഒന്നാമത്തെ നമ്പർ ഇട്ട് ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് നമ്പർ ഇട്ടാൽ മതി കേട്ടോ. സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. ഓക്കെ, രണ്ടാമത്തത് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. രണ്ടാമത്തത് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. ഇതിന്റെ അടുത്ത് തന്നെ ഒന്ന് ഹൈഫൺ ഇട്ടിട്ടോ, അങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്ന് 2 1 2 അങ്ങനത്തെ നമ്പർ ഇട്ട് വെച്ചാൽ മതി. ഓൾറെഡി താഴെ നമ്മൾ അത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. ദെൻ മൂന്നാമത്തത് അനലൈസ് റിസർച്ച്. നാലാമത്തത് ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ദെൻ അടുത്തത് ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. ദെൻ ഡെവലപ്പ് an implementation schedule. Develop an implementation schedule. And next last one ആണ് create an evaluation process. 7th step ആണ് create an evaluation process. കിട്ടിയോ? അത് ഓരോന്നും നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയാലും മതി കേട്ടോ. നമ്മൾ ഫസ്റ്റ് നോക്കാണ് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. എന്ത് ചെയ്യുന്നു? മാർക്കറ്റിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഏതൊരു സർവീസ് ആണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Then set truthful and measurable aims to achieve over the next 18 to 24 months. അതായത് ഇവിടെ നമ്മളൊരു സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കാനായിട്ട് നമ്മൾ ആലോചിക്കാണ്. അതിനെ കുറിച്ച് ഒരു ഹോസ്പിറ്റലില് ഇന്നൊരു സർവീസ് നമുക്ക് കൊണ്ടുവരാം എന്ന് കുറെ ആശയങ്ങൾ കിട്ടുവാണ്. അപ്പൊ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ വെച്ചുകൊണ്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, ഒരു ലക്ഷ്യം. അതായത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാ? ഈ ഒരു സർവീസ് അവിടെ നടപ്പിലാക്കുക എന്നൊരു ലക്ഷ്യമാണല്ലോ അല്ലെ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്യാണ്. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് എന്ന് പറയുന്നത് ഇവിടെ സെറ്റ് ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ എയിംസ് ടു അച്ചീവ് ഓവർ ദ നെക്സ്റ്റ് 18 to 24 months. അതായത് സത്യസന്ധമായിട്ടും അതുപോലെ മെഷറബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ അവിടെ അളക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു എയിം ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതായത് ടു അച്ചീവ് ഓവർ ദ നെക്സ്റ്റ് 18 to 24 months. അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ആ ഒരു ലക്ഷ്യം, അതായത് ഈ സർവീസ് നടപ്പിലാക്കുക എന്നൊരു ലക്ഷ്യമാണല്ലോ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന 18 മുതൽ 24 മാസത്തിനുള്ളിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സത്യസന്ധമായ ലക്ഷ്യമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ടൈം പീരീഡ് ഉണ്ട്. 18 മാസം അല്ലെങ്കിൽ 24 മാസം. മാക്സിമം ഒരു 24 മാസമാണ്. 24 മാസം എന്ന് പറയുമ്പോൾ എത്ര സമയമായി? ഏകദേശം 2 വർഷത്തോളം അല്ലെ.
ഒരു 18 മാസം അല്ലെങ്കിൽ ഏകദേശം ഒരു 24 മാസം അല്ലെങ്കിൽ ഒരു 2 വർഷത്തോളം അത്രയും സമയത്തിനുള്ളിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താണ് നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് വൺ, due to the swift change happening in the healthcare environment, we don't suggest planning specific activities more than 2 years in advance. എന്തുകൊണ്ടാണ് അവിടെ ഒരു ടൈം പീരീഡ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ due to the swift change happening in the healthcare environment, ആരോഗ്യ പരിചരണ അന്തരീക്ഷത്തില് വരുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തില് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉണ്ടോ? നമ്മൾ മുൻപ് പോയിരുന്ന ഹോസ്പിറ്റലുകളാണോ ഇപ്പോ? ഒത്തിരി വ്യത്യാസങ്ങൾ വരാറില്ലേ? ഇപ്പൊ 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 മാസം മുൻപ് പോയ ഹോസ്പിറ്റൽ ആയിരുന്നില്ല പിന്നീട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒത്തിരി വ്യത്യാസങ്ങൾ, പുതിയ അഡ്വാൻസ് ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരുന്ന ഈ പറയുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അന്തരീക്ഷത്തില് നമുക്കൊരു ഒത്തിരി നാള് നീണ്ടു നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒത്തിരി നാളെ പ്ലാനിങ് സ്പെസിഫിക് ആക്ടിവിറ്റീസ് മോർ ദാൻ 2 years in advance, ഒരു 2 വർഷത്തിൽ കൂടുതലൊക്കെ സമയം വേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഗോള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാ? ഒരു 2 വർഷം വരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല. എന്നാൽ 2 വർഷത്തിൽ കൂടുതലൊക്കെ നമ്മൾ ഒരുപാട് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ വിചാരിച്ച സർവീസ് ചിലപ്പോൾ ആ സമയത്ത് എന്താവില്ല, വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ആണോ? അപ്പൊ അന്നേരം ചിലപ്പോ അതിനനുസരിച്ച് അതിനും വലിയ രീതിയിലുള്ള ടെക്നോളജീസ് കാര്യങ്ങൾ വരുമ്പോ നമ്മൾ വിചാരിച്ചിരുന്ന ലക്ഷ്യങ്ങൾ ചിലപ്പോ നല്ല രീതിയിൽ ആ സമയത്ത് വർക്ക്ഔട്ട് ആകണമെന്നില്ല. മനസ്സിലായോ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസില് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ 18 മാസം അല്ലെങ്കിൽ ഒരു 24 മാസത്തിനുള്ളിൽ ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സത്യസന്ധമായ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മള് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതിന്റെ കാരണം എന്തുകൊണ്ടാണ് 2 വർഷം എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റില് പെട്ടെന്ന് ചേഞ്ചസ് വരുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ 2 വർഷത്തിൽ കൂടുതൽ സമയം എടുത്താൽ ഈ പറയുന്ന ഗോള് നടപ്പിലാക്കുന്ന സമയത്ത് ചിലപ്പോ അതിന് വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കിട്ടണമെന്നില്ല അല്ലെ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 2 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുന്ന രീതിയിലുള്ള ഒരു ഗോളായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആണോ? എന്താണെന്നുള്ളത് മനസ്സിലായോ? ഫസ്റ്റ് വൺ. ഓക്കെ, അതിനൊരു എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ, ചോദിക്കാറില്ലേ? Expand the number of new patients seen in the practice by 5% within the first 6 months and 10% by the end of first year. എന്ന് വെച്ചാല് ഇവിടെ ഒരു കണക്കാണ്, ഒരു റേഷ്യോ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. എക്സ്പാൻഡ് ദ നമ്പർ ഓഫ്, അതായത് ഇപ്പൊ നമ്മളൊരു പുതിയ സർവീസ് കൊണ്ടുവന്നാൽ ആ സർവീസിന് അവിടെ പ്രാധാന്യം ഉണ്ടായിരിക്കും അല്ലെ? ആ ഒരു സർവീസ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി ആളുകൾ വരണം. അപ്പൊ ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കി, ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കി വിചാരിക്കുക, ഒരു ഹോസ്പിറ്റൽ സർവീസ് നടപ്പിലാക്കി. എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ പേഷ്യൻസ് സീൻ ഇൻ ദ പ്രാക്ടീസ് ബൈ 5% വിത്തിൻ ദ ഫസ്റ്റ് 6 months. ആ ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ കേട്ടോ, അത് നടപ്പിലാക്കി ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ 5% എന്താണ് പുതിയ പേഷ്യൻസിന്റെ നമ്പർ 5% വർദ്ധിക്കണം. മനസ്സിലായോ? എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ പേഷ്യൻസ് seen in the practice by 5% within the first 6 months and 10% by the end of the first year. ആദ്യ വർഷത്തെ അവസാനത്തോടു കൂടി അത് എത്ര ശതമാനമായി വർദ്ധിക്കണം എന്നാ പറഞ്ഞത്? 10%. പുതിയ പേഷ്യൻസിന്റെ എണ്ണമാണ് പറയുന്നത്. ഒരു സർവീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സർവീസിന് നമുക്ക് ലാഭം ഉണ്ടാവുമോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ 6 മാസം ആ സർവീസ് നമ്മൾ നടപ്പിലാക്കി ആദ്യത്തെ 6 മാസത്തിൽ 5, അതായത് അവിടെ നോർമൽ ആയിട്ട് ഒത്തിരി പേഷ്യൻസ് വരുന്നുണ്ട്, അത്
കൂടാതെ ഈ ഒരു സർവീസ് നടപ്പിലാക്കി കഴിയുമ്പോൾ അവിടെ വരുന്ന പുതിയ പേഷ്യൻസിന്റെ എണ്ണത്തില് 5% വർധനവുണ്ടായിരിക്കണം. മനസ്സിലായോ? ആ ഒരു വർഷത്തിന്റെ അവസാനത്തോടു കൂടി അവിടെ എത്ര ശതമാനം വർധനവുണ്ടായിരിക്കണം എന്നാ പറയുന്നേ? 10% വർധനവുണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് എക്സ്പാൻഡ് യുവർ ഗ്രോസ് റവന്യൂ ബൈ 30% within 24 months. ഇനി എന്താ? എക്സ്പാൻഡ് യുവർ ഗ്രോസ് റവന്യൂ എന്താണ്? നമ്മുടെ മൊത്തത്തിലുള്ള വരുമാനം അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഗ്രോസ് റവന്യൂ, മൊത്തത്തിലുള്ള വരുമാനം ഒരു 24 മന്ത് അല്ലെങ്കിൽ 2 വർഷമാകുമ്പോഴേക്കും 30% വർദ്ധിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഗോൾ ആയിരിക്കണം എന്ന് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഒരിക്കലും സാധാരണ ഒരു ലക്ഷ്യമല്ല അല്ലെങ്കിൽ സർവീസ് അല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. മറ്റാരും നൽകാത്ത രീതിയിൽ എല്ലാ രീതിയിലും നോക്കുമ്പോൾ വളരെ മികച്ചതായിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഗോള് ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന കാര്യങ്ങള് വിചാരിച്ചുകൊണ്ടായിരിക്കും സെറ്റ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത്. ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ 5% പുതിയ പേഷ്യൻസ് വരുന്നതിൽ 5% വർധനമുണ്ടായിരിക്കണം. ആ ഒരു വർഷത്തിന്റെ അവസാനത്തോടു കൂടി എത്ര ശതമാനമായി വർദ്ധിക്കണം? 10% വർദ്ധിക്കണം. ഇനി ഒരു 2 വർഷത്തെ കണക്ക്, അതായത് ഇന്നിപ്പോ ഒരു പുതിയ സർവീസ് സ്റ്റാർട്ട് ചെയ്താൽ അന്ന് മുതൽ ആ 2 വർഷത്തേക്കുള്ള ഒരു കണക്കെടുക്കുമ്പോ ആ 2 വർഷത്തിലെയും ആ സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ഗ്രോസ് റവന്യൂ, മൊത്തത്തിലുള്ള വരുമാനത്തിൽ എത്ര ശതമാനം വർദ്ധനവുണ്ടാവണം? 30% വർധനവ് ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു എക്സാമ്പിൾ എന്താന്നുള്ളത്. ക്ലിയർ ആണോ? മനസ്സിലായോ എന്താ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്? ഓക്കെ ആണോ? ആ ഒരു കോൺസെപ്റ്റ് എന്താന്ന് മനസ്സിലായോ? ആ ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കും, നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്യാണ് അല്ലെ? ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന വർധനവ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമായിരിക്കണം അവിടെ സെറ്റ് ചെയ്യേണ്ടത് എന്നാ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, നമ്മള് നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു പേജ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അടുത്തതായിട്ട് നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്തു, നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഗോളാണ്, നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് വളരെ ഉറപ്പുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനെ കുറിച്ച് മാർക്കറ്റ് റിസർച്ചുകൾ നടത്തുന്നത് നമ്മൾ ആദ്യം പഠിച്ചില്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ആൻസറുകൾ കിട്ടുന്നൊക്കെ മാർക്കറ്റ് റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചില്ലായിരുന്നോ? അത് ഇവിടെ അപ്ലൈ ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നതിൽ നടപ്പിലാക്കുന്നു. എന്താണ് ഒരു മാർക്കറ്റ് റിസർച്ച് എന്നുള്ളതാണ് ഫസ്റ്റ് സെന്റൻസ്. അതൊന്ന് റിലേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ, ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഫസ്റ്റ് സെന്റൻസ്, മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ശരിക്കും എന്താ? ഇസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഈ പറയുന്ന ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം, അല്ലെങ്കിൽ ഇപ്പൊ ഏത് സർവീസ് ആണോ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്, ആ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസ്, വിവരങ്ങളും ഡേറ്റാസും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കുകയും കളക്ട് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് പരിശോധിക്കുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, വളരെ ക്രമാനുഗതമായി എന്ത് ചെയ്യുന്നു? അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് ലക്ഷ്യമാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സർവീസ് ആണോ നമ്മൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ്, വിവരങ്ങളും ഡേറ്റാസും ഒക്കെ കൃത്യമായിട്ടൊരു ക്രമാനുഗതമായി അത് കളക്ട് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് എക്സാമിനിങ് ചെയ്യുന്നതിൽ പരിശോധിക്കുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാർക്കറ്റ് റിസർച്ച് എന്താന്നുള്ളത് ക്ലിയർ ആയോ?
എന്താണ് ഒരു മാർക്കറ്റ് റിസർച്ച് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? ഓക്കെ, അതിന് ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലായി, ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മാർക്കറ്റില് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എതിരാളികൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു മാർക്കറ്റ് റിസർച്ച് വഴി സാധിക്കുന്നുണ്ട്. ഒരു സർവീസ് കൊണ്ടുവരുമ്പോ, ഒരു ഹോസ്പിറ്റലിൽ സർവീസ് കൊടുക്കുമ്പോ അതുപോലെ തന്നെ സർവീസുകൾ കൊടുക്കുന്ന മറ്റു ഹോസ്പിറ്റലുകളും ഉണ്ടാകും അല്ലെ. അപ്പൊ അവരെന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിന്റെ കോമ്പറ്റീറ്റർ അല്ലെ, ഈ ഒരു എന്താണ് എതിരാളി അല്ലേ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എതിരാളികൾ ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ ഏത് തരത്തിലുള്ള ആളുകളാണ്, ഏതെങ്കിലും പർട്ടിക്കുലർ ഏജിലുള്ളവരാണോ, അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിലുള്ളവരാണോ, ഏത് ജെൻഡറിലുള്ളവരാണ്, അല്ലെങ്കിൽ ഏത് ഇൻകം ലെവൽ, ഏത് വരുമാന ലെവലിൽ, വരുമാനത്തിന്റെ ആ ഒരു തോതനുസരിച്ച് ഏത് ഇൻകം ലെവലിലുള്ളവരാണ് നമ്മുടെ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി വരാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതായത് ടാർഗറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആ ഓഡിയൻസ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മാർക്കറ്റ് റിസർച്ച് വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ മാർക്കറ്റ് റിസർച്ച് പ്രധാനമായിട്ടും അവിടെയുള്ള കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു ഘട്ടമാണ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് പ്രൈമറി മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ സെക്കൻഡറിയിലും ചെയ്യാം. പ്രൈമറി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പലതരത്തിലുള്ള സർവേകളിലൂടെ അപ്പൊ ആളുകൾക്ക് ആളുകളുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവണ്ടേ, എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിനനുസരിച്ചുള്ള സർവീസ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പലതരത്തിലുള്ള സർവേകൾ ചെയ്യുന്നു, ഫീൽഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു, ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒബ്സർവേഷനുകളിലൂടെയൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കി അതിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് അത് പരിശോധിച്ചാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തുന്നത്. അല്ലെങ്കിലോ സെക്കൻഡറി മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് സാമ്പിളുകൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വിപണിയിലേക്ക് എത്തിച്ചുകൊണ്ട് ആളുകളുടെ റിസ്ക് റിയാക്ഷൻസ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ റിയാക്ഷൻസ് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ചുകൾ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത്. ജസ്റ്റ് മിസ് പറഞ്ഞു തന്നാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം കേട്ടോ. മാർക്കറ്റ് റിസർച്ച് തുടങ്ങി ഒന്നുകൂടി പറയാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അതിന് മുൻപ് വരെയും ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.